ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ജീര പൂരിയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ അരിപ്പൊടിയിൽ ചെയ്തെടുക്കുന്ന ഒരു പൂരിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പൂരിയാണ് കേട്ടോ. ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ പൂരി എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിനാണ് അളന്നിട്ടുള്ളത്. നിങ്ങൾ പാത്രത്തിൻ്റെ അളവോ കപ്പിൻ്റെ അളവോ ഒക്കെ എടുക്കുക കേട്ടോ. നമ്മൾ അളക്കാനുള്ള കാരണം നമ്മൾ അരിപ്പൊടിയുടെ കാൽ ഭാഗം നമ്മൾ മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ അളന്നത് ആ പാത്രത്തിൻ്റെ കാൽ ഭാഗം തന്നെ മൈദ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് തേങ്ങ കഷ്ണങ്ങളാക്കി എടുത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി തേങ്ങ കഷ്ണങ്ങളാക്കിയത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങ ചിരകിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ജീരകം നന്നായിട്ട് തന്നെ ചേർക്കുക. ആ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഈ പൂരിക്ക് വേണം. അതുപോലെ ഓരോ പൂരിയിലും നന്നായിട്ട് തന്നെ ജീരകം ഉണ്ടായാലേ നമുക്ക് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കുക കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പാകത്തിലാക്കിയിട്ട് എടുക്കുക. ഒരുപാട് ലൂസാക്കി എടുക്കരുത്. ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കും കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ട് തന്നെ മാവ് കുഴക്കുക. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. ചൂടാറിയതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചൂടോട് കൂടി കുഴക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയൊരു ചൂട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇനി വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാവിട്ടിട്ട് നിങ്ങൾ കുഴച്ച് കൊടുക്കുക. അപ്പം ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് സാധാരണ നമ്മൾ പത്തിരിൻ്റെ പൊടിയാണ് കേട്ടോ, വറുത്ത പത്തിരി പൊടിയാണ്. അപ്പോൾ നന്നായിട്ട് കുഴക്കുന്നുണ്ട്. അപ്പോൾ കുഴച്ചിട്ട് നമുക്ക് മാവ് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഴച്ച പാടന്നെ നമ്മളിത് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് അത്യാവശ്യം വലിയ ബോളാക്കിയിട്ട് ഉരുട്ടിയിട്ട് നമ്മൾ ഇത് പരത്തിയെടുക്കുകയാണ്. ചപ്പാത്തി പലകയിലോ കൗണ്ടർ ടോപ്പിലോ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദ തൂവിയിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. നമ്മൾ അരിപ്പൊടി തൂവിയിട്ട് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിൽ അരിപ്പൊടിൻ്റെ ആ ഒരു ഇതിങ്ങനെ വരും കേട്ടോ. ആ പൊടി ഇങ്ങനെ കിടന്നിട്ട് കരിയും. മൈദയാകുമ്പോൾ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പൊടി അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് മൈദ ഇട്ടിട്ട് പരത്തിയെടുത്താൽ മതി. ഇതുപോലെ ഒരു റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പരത്തുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കട്ടെ. അതിൽ തേങ്ങൻ്റെ ആ ഒരു കഷ്ണങ്ങളുള്ളത് കാരണം തന്നെ പെട്ടെന്ന് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. കുറച്ച് മെല്ലെ മെല്ലെ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. ഇനി ഒരുപാട് കനം കുറച്ച് പരത്തരുത്. കുറച്ച് കട്ടി തന്നെയാണ് നമ്മൾ പരത്തിയെടുത്തുള്ളത്. അത് ഇത്രയും ഒരു പാകത്തിനാണ്. ഇനി നമ്മളൊരു ഇതിൻ്റെ അടപ്പോ അല്ലെങ്കിൽ ഒരു കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു കുഞ്ഞു കുഞ്ഞു പൂരികളാക്കിയിട്ടാണ് എടുക്കുന്നത്. ഇത് വലുതാക്കിയിട്ടും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ചെറുതാകുമ്പോഴാണ് കാണാനും കഴിക്കാനും നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നത് കേട്ടോ. ഇനി ഇതുപോലെ ഈ അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഓരോന്നായിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ അടപ്പിൽ ഒന്നുകിൽ നിങ്ങൾ ഓയിൽ പുരട്ടി കൊടുക്കുക, അല്ലെങ്കിൽ പൊടിയിലൊന്ന് മുക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാക്കിയിട്ട് നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറിയ ചെറിയ പൂരികളാകുമ്പോൾ കാണാനും ഭംഗിയാണ് കേട്ടോ. കഴിക്കാനും തന്നെ നല്ല ക്രിസ്പായിരിക്കും. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കട്ടർ ആണെങ്കിലും അടപ്പിൻ്റെ ഇതാണെങ്കിലും നമ്മളൊന്ന് ഒരു പൊടിയിൽ കുറച്ച് സമയം മുക്കിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കൂട്ടോ. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള മാവ് ഞാൻ ഇതുപോലെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മുഴുവൻ മാവും കട്ട് ചെയ്യുമ്പോഴത്തേന് ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒന്ന് കാണിക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യാണ്. ഇല്ലെങ്കിൽ നമ്മൾ മുഴുവൻ മുറിച്ചെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് മുറിച്ചെടുക്കുക, ഫ്രൈ ചെയ്യുക. രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. വൈകുന്നേരം ചായക്കൊക്കെ നല്ലൊരു സ്നാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അത്. അപ്പോൾ ബാക്കിയും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ കുറച്ച് പാനിൽ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഒരു വലിയ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് തന്നെ കുറേയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയ ചട്ടിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 അല്ലേ പോവുള്ളൂ. അപ്പോൾ വലിയ പാനൊക്കെ ആകുമ്പോൾ അതുപോലെ നമുക്ക് ഒന്നിച്ച് തന്നെ ഇട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഓയിലിൽ നിന്ന് ഇത് കോരി മാറ്റാം. അപ്പോൾ നല്ലൊരു ജീരകത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ അത് ഫ്രൈ ആയി വരുന്ന സമയത്ത്. പിന്നെ അത് കഴിക്കുന്ന സമയത്താണെങ്കിലും നല്ല ടേസ്റ്റാണ്. ജീരകത്തിൻ്റെ തേങ്ങൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതിന്. പിന്നെ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പായിട്ടാണ് ഈ പൂരി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്കിത് റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കി ഉള്ളതും നമുക്കിതുപോലെ തന്നെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ എണ്ണ കുടിക്കും കേട്ടോ. അരിപ്പൊടിയാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. വെള്ളം കൂടി പോകരുത്, അതുപോലെ തന്നെ എണ്ണയുടെ ചൂടും കുറഞ്ഞു പോകരുത്. നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഒരുപാട് തീ കുറച്ച് വെക്കരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ എണ്ണ കുടിക്കുന്നത്. അതിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് എണ്ണ കുടിക്കണില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്കിതുപോലെ തന്നെ ഫ്രൈ ആക്കിയെടുക്കാം. ഇത് കറിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലൊക്കെ എന്തിനു കൂടി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇല്ല ഇതുപോലെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ജീര പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ ഉൾഭാഗമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഉൾഭാഗമൊന്നും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. അതുപോലെ നല്ല കട്ടി കുറച്ചിട്ട് നിങ്ങൾ പരത്തിയെടുക്കരുത്. ഒരു കുറച്ച് കട്ടി തന്നെയാണ് നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.